ഇനിയുള്ള ആയുർവേദ ഡിസ്പെൻസറിയും മാറ്റാൻ നീക്കം. ഏറെ പ്രതീക്ഷയുടെ ആനക്കരയിൽ തുടങ്ങിയ നന്മ സ്റ്റോറാണ് കഴിഞ്ഞ ദിവസം പൂട്ടിയത്. നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന സ്റ്റോർ ആനക്കരക്കാർക്ക് മാത്രമല്ല കപ്പൂർ പഞ്ചായത്തിലുള്ളവർക്കും ഏറെ ഗുണകരമായിരുന്നു. പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുമെന്നതിനാൽ സാധനങ്ങൾ എത്തുന്ന മാത്രയിൽ തന്നെ വിറ്റുതീരുക പതിവായിരുന്നു. ഇപ്പോൾ സ്റ്റോറിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭിക്കുന്നില്ലെന്ന കാരണത്താലാണ് പൂട്ടിയതെന്ന് പറയുന്നു. ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ചേകനൂരിലുള്ള നന്മ സ്റ്റോറിൽ യഥാസമയം സാധനങ്ങൾ വരുമ്പോൾ ഇവിടെ മാത്രം കിട്ടുന്നില്ലെന്ന് പറയുന്നത് തികഞ്ഞ മൂഢത്തരമാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. കുമ്പിടിയിൽ പ്രവർത്തിക്കുന്ന വള്ളുവനാട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലാണ് ആനക്കരയിലെ നന്മ സ്റ്റോർ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചത്. കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പിന്റെ കീഴിലാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. DCC പ്രസിഡന്റ് CB ബാലചന്ദ്രനാണ് ആനക്കരയിലെ നന്മ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഇത് പൂട്ടിയിട്ട് ഒരാഴ്ച തികയും മുൻപ് ആനക്കരയിൽ നാട്ടുകാർക്ക് ഏറെ പ്രയോജനകരമായി പ്രവർത്തിക്കുന്ന ആയുർവേദ ഡിസ്പെൻസറി ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് വാടക കൂടുതലാണെന്ന കാരണം പറഞ്ഞ് ഇവിടെ നിന്ന് മാറ്റാൻ നീക്കം നടക്കുന്നുണ്ട്. ഇനി ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനാണ് നീക്കം തുടങ്ങിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ പേര് ആനക്കര എന്നാണെങ്കിലും ആനക്കരയിൽ പഞ്ചായത്തിന്റെ ഒരു സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഏറെ പ്രതീക്ഷയോടെ ആരംഭിച്ച ഡിസ്പെൻസറിയും മാറ്റാനുള്ള നീക്കം നാട്ടുകാരിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ ആനക്കരയിലെ വ്യാപാരി വ്യവസായി സമിതി അടക്കം പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ആനക്കരയിൽ പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറിയിലേക്ക് ആനക്കര പഞ്ചായത്തിലെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നുമുള്ള രോഗികൾക്കെത്താനുള്ള വാഹന സൗകര്യങ്ങളും ഏറെയുള്ളതിനാൽ ഡിസ്പെൻസറിയിൽ എപ്പോഴും തിരക്ക് തന്നെയാണ്. ഇതിനു പുറമെ മലപ്പുറം ജില്ലയിലെ കണ്ടനകം, മൂതൂർ, പാലപ്ര, ചേകനൂർ എന്നിവിടങ്ങളിൽ നിന്നും കപ്പൂർ പഞ്ചായത്തിൽപ്പെട്ട ചേക്കോട്, പറക്കുളം, അരീക്കാട്, സ്കൈലാബ്, വെള്ളാളൂർ, പടിഞ്ഞാറങ്ങാടി, കുമരനെല്ലൂർ, കല്ലടത്തൂർ എന്നിവിടങ്ങളിൽ നിന്നുപോലും ദിനംപ്രതി നൂറുകണക്കിന് രോഗികൾ എത്തുന്നുണ്ട്. ആനക്കരയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറി മാറ്റാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗവും മറ്റ് രാഷ്ട്രീയ, വ്യാപാരികൾ, ഡ്രൈവേഴ്സ് യൂണിയനുകൾ എന്നിവരുൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഇതിന്റെ ഭാഗമായി ജനകീയ ഒപ്പുശേഖരണം നടത്താനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ. ഡിസ്പെൻസറിക്ക് സ്വന്തമായി സ്ഥലം കാണാതെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന്റെ തലേ ദിവസം ആനക്കരയിൽ ഉദ്ഘാടനം പോലും നടത്താതെ പ്രവർത്തനം തുടങ്ങിയത് രാഷ്ട്രീയ മുതലെടുപ്പിനായിരുന്നുവെന്ന് അന്ന് തന്നെ പരാതി ഉണ്ടായിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ നിലപാടെന്നും നാട്ടുകാർ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും പരിരക്ഷ നൽകേണ്ടവരാണ് പോലീസുകാർ. എന്നാൽ പോലീസ് സേനയിലെ ക്രിമിനൽ പട്ടിക ഈ വിശ്വാസത്തെ തകിടം മറിക്കുന്നതാണ്. കൊലപാതകം മുതൽ സ്ത്രീപീഡനത്തിൽപ്പെട്ടവർ വരെ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. UDF ഭരണത്തിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പോലീസുകാരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു. 2011 533 പോലീസ് ഉദ്യോഗസ്ഥരാണ് ക്രിമിനൽ കേസ് പ്രതികളായിരുന്നത്. എന്നാൽ 3 വർഷത്തിനുള്ളിൽ അത് 950 വർദ്ധിച്ചു. 420 പോലീസ് ഉദ്യോഗസ്ഥരാണ് പുതുതായി ക്രിമിനൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ടത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ വയ്ക്കാൻ വിസമ്മതിച്ച പട്ടിക സംസ്ഥാന പോലീസ് ആസ്ഥാനത്തു നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച വിവരങ്ങളിലാണ് ഇവ പുറത്തുവന്നത്. കൊലപാതകം മുതൽ സ്ത്രീപീഡനം വരെയുള്ളവർ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഇതിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്നവരും CBI അന്വേഷണം നേരിടുന്നവരും എക്സൈസ് കേസുകളിൽ അന്വേഷണം നേരിടുന്നവരും ഉൾപ്പെടുന്നുണ്ട്. IG ടോമിൻ തച്ചങ്കരി, ശ്രീജിത്ത്, കോഴിക്കോട് വിദ്യാർത്ഥികൾക്കു നേരെ വെടിയുതിർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ K രാധാകൃഷ്ണൻ എന്നിവരും ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. പട്ടികയിൽ ഒരു DIGയുടെ പേരും ഉണ്ട്. പോലീസ് കോൺസ്റ്റബിൾ നിയമനം PSC വഴി ശുപാർശ കിട്ടിയ ചിലർ ക്രിമിനൽ കേസുകളുടെ പേരിൽ പരിശീലനത്തിൽ നിന്നും നിയമനത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്താനായി ADGPമാരടങ്ങുന്ന കമ്മിറ്റിയെ 2011 സെപ്റ്റംബർ 9 സംസ്ഥാന പോലീസ് മേധാവി നിയോഗിച്ചത്. എന്നാൽ കമ്മിറ്റി 6 തവണ മാത്രമായിരുന്നു യോഗം ചേർന്നത്. 2012 1 തവണയും 2013-14 കാലഘട്ടത്തിൽ 2 തവണയുമാണ് യോഗം ചേർന്നത്. ഒടുവിലത്തെ യോഗം 2014 ഓഗസ്റ്റ് 27 രേഖകൾ സൂചിപ്പിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകളുടെ വിശദാംശങ്ങൾ അടങ്ങിയ പട്ടിക തയ്യാറാക്കിയിരുന്നു. അതുപയോഗിച്ച് ഗുരുതരമായി കുറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി അച്ചടക്ക നടപടി കൈക്കൊള്ളാനും ആവശ്യമെങ്കിൽ അവരെ പോലീസ് സേനയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനും കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് CCTV. അഷ്ടവൈദ്യൻ വൈദ്യമഠം ചെറിയ നാരായണൻ നമ്പൂതിരിയുടെ ചരമവാർഷികാചരണം ഒക്ടോബർ 18 നടക്കും. സ്മൃതിമാധുര്യം എന്ന പേരിൽ നടക്കുന്ന പരിപാടി ദക്ഷിണാമൂർത്തി ട്രസ്റ്റ് ഹാളിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈകിട്ട് 3 ET മുഹമ്മദ് ബഷീർ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. ജസ്റ്റിസ് MKB നമ്പൂതിരിപ്പാട് ദീപം തെളിയിക്കും. VT ബൽറാം MLA അധ്യക്ഷനാവും. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ VP ഗോപിനാഥൻ രേഖാചിത്രം അനാച്ഛാദനം ചെയ്യും. KB മരക്കാർ, അഷ്ടവൈദ്യൻ ആലത്തിയൂർ നാരായണൻ നമ്പി, കലാമണ്ഡലം ഗോപി, മാടമ്പ് കുഞ്ഞുകുട്ടൻ, കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, KB ശ്രീദേവി, ഡോക്ടർ V സേതുമാധവൻ, VT വാസുദേവൻ, KAP ചാക്യാർ, അഷ്ടവൈദ്യൻ വൈദ്യമഠം കൃഷ്ണൻ നമ്പൂതിരി, VK ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരാകും.
ന്യൂസ് ഡെസ്ക് CCTV. പട്ടാമ്പി നീലകണ്ഠ ശില്പശാല സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 13 മുതൽ 17 വരെയാണ് ശില്പശാല നടക്കുക. UGC ധനസഹായത്തോടെയാണ് നാട്യശാസ്ത്രവും കേരളീയ കലകളും എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള കലാമണ്ഡലത്തിന്റെ സഹകരണത്തോടെ സംസ്കൃത വിഭാഗം ബിരുദാനന്തര ബിരുദ ഗവേഷണ വകുപ്പാണ് പഞ്ചദിന ദേശീയ നാട്യശില്പശാല സംഘടിപ്പിക്കുന്നത്. നാട്യശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ കലകളുടെ പ്രത്യേകിച്ചും ക്ലാസിക്കൽ കലകളുടെ മൂലസ്രോതസ്സായി പരിഗണിച്ചു വരുന്ന ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം. ആ നാട്യശാസ്ത്രത്തെ അടുത്ത് അറിയുവാനും നാട്യശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിലെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് ക്ലാസ് എടുക്കുകയും ഇതിൻ്റെ ഒരു മുഖ്യ ഉദ്ദേശമാണ്. നാട്യശാസ്ത്ര പഠനം, പ്രബന്ധങ്ങൾ, സ്വോദാഹരണ പ്രഭാഷണം, കേരളീയ കലകളുടെ അവതരണം തുടങ്ങി 5 ദിവസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത വൈജ്ഞാനിക സാംസ്കാരിക പരിപാടികളാണ് അരങ്ങേറുക. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ PN സുരേഷ് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ VP വിജയൻ അധ്യക്ഷനാവും. പ്രൊഫസർ PM രാഘവൻ, ഡോക്ടർ M സത്യൻ, ഹരീഷ് UV, ഡോക്ടർ V വസന്ത, ഡോക്ടർ KG പൗലോസ്, കുമാരി ഇന്ദു NR, മിഥുൻ രാജ് KT, പ്രൊഫസർ പുഷ്പദാസൻ കുനിയിൽ എന്നിവർ പങ്കെടുക്കും. ഒക്ടോബർ 17 നടക്കുന്ന സമാപന സമ്മേളനം കേരള കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ KK സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്യും. PM രാഘവൻ അധ്യക്ഷനാവും. പ്രൊഫസർ VP വിജയൻ, ഡോക്ടർ M സത്യൻ എന്നിവർ പങ്കെടുക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. യാത്രക്കാരെ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്കുമേൽ വാഹന വകുപ്പിന്റെ നിയമപ്പൂട്ട്. ചരക്ക് വാഹനങ്ങൾ അനുവദനീയമായതിനാൽ കൂടുതൽ ആളുകളെ കണ്ടെത്തിയാൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെയും ഉടമയ്ക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം ചരക്ക് കയറ്റുന്ന ഓട്ടോയിൽ യാത്ര ചെയ്ത 2 സ്ത്രീകൾ അപകടത്തിൽപ്പെട്ട് മരിച്ചതിനെ തുടർന്നാണ് അടിയന്തര നിർദ്ദേശം പുറത്തിറങ്ങിയത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക പരിശോധനകൾ ഇതിനായി നടത്തണം. ചെക്ക് പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ, എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധന സംബന്ധിച്ച റിപ്പോർട്ടുകൾ എല്ലാ ആഴ്ചയും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറണം. ചരക്കു വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല എന്നതും പരിശോധന കർക്കശമാക്കാൻ കാരണമായി. ന്യൂസ് ഡെസ്ക് CCTV. തിച്ചൂർ തലപ്പള്ളി താലൂക്ക് NSS കരയോഗം ശതാബ്ദി സമ്മേളനവും കരയോഗ വാർഷികവും നടന്നു. തിച്ചൂർ വായനശാല ഹാളിൽ നടന്ന പരിപാടി K രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ N കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ സമാജം അംഗങ്ങളും വനിതാ സ്വയം സഹകരണ സംഘം അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. PR രാഗേഷ്, KP രാമകൃഷ്ണൻ, PM പ്രകാശ് കുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു. കലാകായിക പരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, തളി. ഇനി ജനശബ്ദം. ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത സംരക്ഷിക്കുന്ന ഉദ്യമമെന്നും ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ നിയമമെന്നും വാഴ്ത്തപ്പെട്ട വിവരാവകാശ നിയമത്തിന് 9 വയസ്സ് തികയുകയാണ്. അഴിമതി തടയാനും ഭരണം സുതാര്യമാക്കാനുമായി 2005-ലാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്. എന്നാൽ വിവരാവകാശ നിയമം ഫലപ്രദമായ വിധത്തിൽ നടപ്പാക്കുന്നതിൽ നാം പരാജയപ്പെട്ടുവെന്നതാണ് വാസ്തവം. സാമൂഹിക നീതിയും അഴിമതിരഹിത ഭരണവുമൊക്കെ കടലാസിൽ മാത്രമായി ഒതുങ്ങി. വിവരാവകാശ നിയമപ്രകാരം സാധാരണ പൗരന്മാർക്ക് ഭരണതലങ്ങളിലെ പ്രവർത്തന വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും ഗുണകരമായ കാര്യം. രാജ്യസുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, സ്വകാര്യ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒഴികെ എല്ലാ കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ഗ്രാന്റോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ഈ നിയമത്തിലൂടെ ജനങ്ങൾക്കറിയാൻ സാധിക്കും. 2014 ജൂൺ 20 വരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ 9045 പരാതികളും 13445 അപ്പീലുമാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 6770 പരാതികളും 7685 അപ്പീലുകളുമാണ് തീർപ്പാക്കിയത്. വിവരാവകാശ നിയമത്തിന് കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലെയും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരിൽ നിന്നും കൃത്യമായ മറുപടി ലഭിക്കാത്തതിനാലാണ് നിയമത്തിലെ 18-19 വകുപ്പുകൾ പ്രകാരം കമ്മീഷന് പരാതിയും അപ്പീലും നൽകുന്നത്. കേസ് തീർപ്പാക്കലിൽ കമ്മീഷൻ തന്നെ വീഴ്ച വരുത്തുന്ന സാഹചര്യത്തിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരിൽ നിന്നും എന്നാണ് നീതി ലഭിക്കുക എന്നതാണ് പൊതുജനങ്ങളുടെ ചോദ്യം. അഴിമതി തടയാനും ഭരണം സുതാര്യമാക്കാനുമായി നടപ്പിലാക്കിയ വിവരാവകാശ നിയമം പൊതുജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണോ എന്നതാണ് ഇന്ന് ജനശബ്ദം അന്വേഷിക്കുന്നത്. വിവിധ പ്രതികരണങ്ങളിലേക്ക്. ഗവൺമെൻറ് ഏത് നിയമം കൊണ്ടുവന്നാലും അത് നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ മേലധികാരികളും അത് ശരിക്കും നടപ്പാക്കാതെ അത് അലസതമായിട്ടാൽ അത് ജനങ്ങൾക്ക് ഒരു കാലത്തും ഉപയോഗപ്രദമാവില്ല.
അതിന് ഗവൺമെൻറ് അത്രത്തോളം മുൻകൈയെടുത്ത് അത്രത്തോളം ഗവൺമെൻറ് പറയുന്ന അനുസരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ആ സ്ഥാനത്ത് വെച്ചാൽ മാത്രമേ ആ പരിപാടി മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ, ആ പരിപാടി വിജയിക്കൂ. എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ അതിനൊന്നും തയ്യാറാവുന്നില്ല. ജനങ്ങളതിന് അപൂർവം ചിലർ മാത്രമേ അതിന് തയ്യാറെടുക്കുന്നുള്ളൂ. മറ്റു പലർക്കും അത് അറിയുന്നുണ്ടെങ്കിലും അത് മെയിൻറ്റ് ചെയ്യുന്നില്ല. ഓരോരുത്തരും അവരുടേതായ തിരക്കിലേക്ക് ഓരോരുത്തരുടെ തിരക്കിലും കാര്യങ്ങളായിട്ട് ജീവിതത്തിലേക്ക് പോകുന്നുണ്ട്. അവർ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇടപെടാൻ ശ്രമിക്കുന്നില്ല. വളരെ അപൂർവം ആളുകൾ മാത്രമേ അതിലേക്ക് ശ്രദ്ധിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള പല സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടെന്ന് പലർക്കും ആർക്കും അറിയില്ല, അത് അറിയാനായിട്ട് ശ്രമിക്കുന്നുമില്ല. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ രാജ്യത്തുണ്ടെന്ന് കരുതി എല്ലാ ചെറുപ്പക്കാരും മുന്നോട്ട് വരണം, സ്വധൈര്യം മുന്നോട്ട് വന്ന് ഇതിനെ ഉപയോഗപ്പെടുത്തണം. അതാണ് എൻ്റെ വിവരാവകാശ നിയമത്തെക്കുറിച്ച് നമുക്ക് അതിന് മുന്നേ അത്ര പിടുത്തുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ന്യൂസുകളുടെ മറ്റിലൊക്കെ വന്ന് കൂടുതലും അതിനെക്കുറിച്ചൊക്കെ അറിയാനും അഴിമതിയെക്കുറിച്ചൊക്കെ പുറത്ത് വരാൻ തുടങ്ങിയപ്പോഴാണ് അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിയണം. അത് അതിനെക്കുറിച്ച് മനസ്സിലാകുന്നത്. പലപ്പോഴും പല ആൾക്കാരുടെയും പല വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ വന്നത് വിവരാവകാശ കമ്മീഷൻ വന്നത് മുഖേനയാണ്. അങ്ങനെയാണ് പലർക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞതും അത് പറയാൻ തുടങ്ങിയതും കൂടുതലായിട്ട് എല്ലാത്തിനെയും കുറിച്ച് അറിയാൻ തുടങ്ങിയതും ഈ കമ്മീഷൻ വന്നതിന് ശേഷം മാത്രമാണ്. അതുകൊണ്ട് ഉപയോഗം ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. വിവരാവകാശത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ അഴിമതികളും അതേപോലെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്കിത് സഹായിക്കുന്നതാണ്. എന്തായാലും ഇത് നമ്മൾ ആരും പ്രയോജനപ്പെടുത്തുന്നില്ല. 9 വർഷമായിട്ട് നമുക്ക് ഇത് നിലവിൽ വന്നിട്ടുണ്ടെന്ന് ഞാനും ഇപ്പോഴാണ് തന്നെ അറിയുന്നത്. 9 വർഷം എന്നുള്ള ഒരു ലോങ് പീരീഡ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. എന്തായാലും നമ്മൾ മാക്സിമം ആൾക്കാരെ യൂട്ടിലൈസ് ചെയ്യുക. ഇതിൻ്റെ ഓരോ ബില്ലും കാര്യങ്ങളും നമുക്കതിൻ്റെ ഇവിടുന്ന് മുതൽ ഗവൺമെൻറ്റിനെ സബ്മിറ്റ് ചെയ്ത് നമുക്ക് റിട്ടേൺ കിട്ടുന്നതാണ്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.